എന്തോ കുടിക്കാനോ വേണം? ചുമ്മാ കണ്ടില്ല അതുകൊണ്ട് വിളിച്ചോ. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജാനിക്കുട്ടിയുടെ അവിടെ ഒന്നും കേറിയില്ല കേട്ടോ, മഴയായിരുന്നു, താമസിച്ചാ വന്നത്, അതുകൊണ്ട് കേറിയില്ല. ചില്ലറ അഡ്ജസ്റ്റ് ചെയ്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാ പുളിമുട്ടായി. പുളിമുട്ടായിക്ക് നിൽക്കുക കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഉച്ച കഴിഞ്ഞപ്പോ ഭയങ്കര മഴ തുടങ്ങി. ഞാൻ ഇറങ്ങാൻ താമസിച്ചു. പേരും മഴയത്ത് എനിക്ക് കോട്ടിട്ടോണ്ട് പോരാം, പക്ഷെ മുത്തുള്ളത് കൊണ്ട് അവൻ നനയുമല്ലോ. അങ്ങനെ കുറെ നേരം മഴ ഇച്ചിരെങ്കിലും തോരട്ടെന്ന് ഓർത്തോണ്ട് ഇങ്ങനെ നോക്കി നിന്ന് 6 മണി 6:15 ഇറങ്ങിയത്. പിന്നെ വന്ന് കുറച്ച് പച്ചക്കറികൾ വാങ്ങിക്കണമായിരുന്നു. ഇന്നലെ നോക്കിയപ്പോ കട അടച്ചേക്കുമായിരുന്നു. അപ്പൊ ഇന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു. മല്ലിയില വാങ്ങിച്ചു. പിന്നെ ഒത്തിരി നാളായി ചീര തോരൻ വെച്ചൊക്കെ കഴിച്ചിട്ട്. അപ്പൊ പച്ചച്ചീര ഒരു പിടി 40 രൂപ കേട്ടോ. ഇത്രയൊന്നും ഇവിടെ വേണ്ട, കുറച്ച് ജാനിക്കുട്ടിക്ക് കൊടുക്കണമെന്ന് ഓർത്തോണ്ടാണ് ഞാൻ മേടിച്ചോണ്ട് വന്നത്. പക്ഷെ ഇങ്ങോട്ടിങ്ങ് പോരുത്, ഇനി നാളെ അങ്ങോട്ട് പോകുമ്പോ കൊടുക്കാം. പിന്നെ ക്യാരറ്റ് വാങ്ങിച്ചു, ഒരു കുഞ്ഞു വെള്ളരിക്ക, കോവയ്ക്ക, ഇത്രയും സാധനങ്ങളെ മേടിച്ചു. അപ്പൊ ഞാൻ ഇതിന്റെ ഒന്ന് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് വരാം കേട്ടോ. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഷോർട്ട് വീഡിയോയ്ക്കകത്ത് ഞാൻ മുത്തിന്റെ ഒരു കൂട്ടുകാരനെ കാണിച്ചായിരുന്നു. ഷാലോം എന്നാണ് പേര് കേട്ടോ. ഷാലോമും മുത്തും കൂടി വരുന്ന ഒരു വീഡിയോ ഉണ്ട്. ജിം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങോട്ട് നടന്നു വരുന്ന ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഷാലോമിന്റെ റിലേറ്റീവ്സ് ഒക്കെ പുറത്തുള്ളവരാരോ വീഡിയോ കണ്ട കാര്യം വിളിച്ച് ഷാലോം ഇപ്പോഴറിഞ്ഞത് വീഡിയോ ഇട്ട കാര്യം. അപ്പൊ അവര് പറഞ്ഞറിഞ്ഞപ്പോ മുത്തിനെ വിളിച്ച് ചോദിക്കുക. അപ്പൊ പിന്നെ ഗ്ലാസ് എങ്ങനെയുണ്ട്? നല്ല സുന്ദരി ഗ്ലാസ് അല്ലേ, നോക്കിട്ട്. ഒഴുക്കൻ ഗ്ലാസ്. ഇത് എവിടുന്നാന്നറിയാം? ഇത് അജിയണ്ണ ആരോ കോംപ്ലിമെന്റ് കൊടുത്തതോ. 4 ഗ്ലാസ് ഉണ്ടായിരുന്നേ. 2 ഞാനും 2 അച്ഛനും കൊണ്ടുപോയി. കണ്ടപ്പോ ഒത്തിരി ഇഷ്ടം തോന്നി. ക്ലീൻ ആയിട്ടിരിക്കും അല്ലെ ഗ്ലാസ്സിനൊക്കെ. ഇങ്ങനെ ഈ ഡിസൈൻ ഒക്കെ ഉള്ളതിന്റെ ഇടയ്ക്കെല്ലാം അഴുക്ക് കയറിയിരിക്കും. ഇതിപ്പോ അങ്ങനെ ഒന്നും ഇല്ലാത്തോണ്ട് ക്ലീൻ ആയിട്ടിരിക്കും. 2 ഗ്ലാസ് കിട്ടി. വെറുതെ ആയിട്ടോ, സ്റ്റീൽ ഗ്ലാസ് ഒത്തിരി ഇതുപോലെ കോംപ്ലിമെന്റ് കിട്ടുന്നതൊക്കെ ഞാൻ എടുത്തോണ്ട് വന്ന് വെറുതെ ആലമാരിക്കകത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പം കാണുമ്പോ എനിക്കങ്ങ് ആക്രാന്ത, ഞാനിങ്ങ് കൊണ്ടുപോരും. പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 4 മണിക്ക് മുമ്പേ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്ന് മഴ കാരണമാണോ എന്തോന്ന് അറിയത്തില്ല, നെറ്റ് കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ താമസിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇന്ന് വരേണ്ടിയ വീഡിയോ ഒക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ. 7 മണി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ പകലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരുന്ന അടുക്കളയിലെ പണികള്, ചോറും നമ്മുടെ ഇന്നലെ ഞാൻ ക്യാരറ്റ് കറി വെച്ചായിരുന്നു, അതൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ മീൻതോരനൊക്കെ മാമി തന്നത് ഇരിപ്പുണ്ട്. വേറെ ഒന്നും ഞാൻ പ്രത്യേകം വെക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്കുണ്ടല്ലോ, മുത്തന്നോട് ചോദിക്കും, അമ്മോ എന്ത് ചിന്തുവാടാ അമ്മയ്ക്ക് ഈ മഴയത്ത് നല്ല ചൂട് പൊറോട്ട കഴിക്കാൻ തോന്നുന്നില്ല? ഞാൻ പറഞ്ഞില്ല, എന്താ എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞു പൊറോട്ട മേടിച്ച് തരുന്നില്ല അമ്മ, കഷ്ടമാണ്. ഞാൻ 2-3 മാസമായി പൊറോട്ട കഴിച്ചിട്ട്. അമ്മ എനിക്ക് 2 പൊറോട്ട മേടിക്കാം. അങ്ങനെ നമ്മുടെ ജംഗ്ഷൻ കഴിഞ്ഞ് കടമനിട്ട ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മുടെ കല്ലേലി മുക്കെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഹോട്ടലുണ്ട്. അവിടുത്തെ കടല സൂപ്പർ എന്ന് വെച്ചാൽ ബഹുത്തച്ചാണ് കേട്ടോ. അപ്പൊ ചിക്കൻ കറിയും ബീഫും ഒക്കെ മാറി നിൽക്കുന്ന അത്രയും ടേസ്റ്റ് ആണ് അവിടുത്തെ കടലക്കറി. സൂപ്പർ എന്ന് വെച്ചാൽ ഇത്രയും രുചിയുള്ള കടലക്കറി ഞാൻ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ ആ കടലക്കറി വാങ്ങാൻ വേണ്ടി അവിടെ പോവും, പൊറോട്ട വാങ്ങിക്കും.
പിന്നെ അവിടെ പോയി. അവിടെ ഉണ്ടെങ്കിൽ അമ്മ എനിക്ക് മേടിച്ചു തന്നാൽ മതി, വേറെ പോകുന്നില്ല, വേറെ എവിടെ നിന്നും മേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോഴത്തേ 2 കടലക്കറി കേട്ടോ, 2 കടലക്കറി, പൊറോട്ടയും അതിന്റെ ഗ്രേവിയും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് രാത്രി ഇതാണ്. എനിക്കിത് കഴിക്കാൻ തോന്നിയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചോറും നമ്മുടെ മീൻ തോരനും നമ്മുടെ ലക്ഷ്മി ചേച്ചിയുടെ കണ്ണിമാങ്ങ അച്ചാറും ഒക്കെ കൂട്ടി ഞാൻ ചോറും കേട്ടോ. ചിലപ്പോൾ കഴിക്കണം കച്ചി, ചിലപ്പോൾ ഇത് കഴിക്കുന്ന വെച്ചാൽ എനിക്ക് അതിൻ്റെ ആ കടലക്കറിയുടെ മണം ഇങ്ങനെ വന്ന വഴിക്കൊക്കെ ഈ മണമാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്കാണ് മോനിക്കുട്ടനെ ട്യൂഷന് വരുന്നത്. അപ്പൊ അവിടുന്ന് മോനിക്കുട്ടനെ കൂടി വിളിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പൊ അവൻ അവിടുന്ന് വന്ന് വണ്ടിയെ കയറാൻ നേരത്തെ പറയും നല്ല മണമുണ്ടല്ലോ അത്. അപ്പോൾ അത്രയും സൂപ്പറാണ് കടലക്കറി കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്രയും രുചിയാണ് ആ കടലക്കറി. അപ്പോ ദോശയോ അത് ശാലും കുഞ്ഞാഴ്ച വരുമ്പോ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാവോ? അതെങ്ങനെ ഉണ്ടാവും? ഉണ്ടാക്കി തരാം, കഴിച്ചു നോക്കാം കേട്ടത്, ഉണ്ടാക്കി തരാൻ, കഴിച്ചു നോക്കാം. ജനല് ദോശ, നമ്മളെ ജനൽ ദോശ കഴിക്കാൻ ശാലവും വരുന്നുണ്ട് കേട്ടോ. ശാലുവിന് ജനൽ ദോശ കൊടുക്കാം. പിന്നെന്താണ്, അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. പിന്നെ ഈ ഞാൻ ഇടയ്ക്ക് എപ്പോഴും പറഞ്ഞിട്ടില്ല, മോനിക്കുട്ടൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചുമയുള്ള കാര്യം. അപ്പം ഇപ്പൊ കുറച്ചായിട്ട് പനി അങ്ങനെയൊന്നും ഇല്ല, ദൈവം അനുവദിച്ചത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് പനി വരും, അതുകൊണ്ട് പറയുന്നില്ല ഈശ്വര പനിയൊന്നും വരില്ലേ. അപ്പൊ ഇന്ന് നമുക്ക് ഒരു ആയുർവേദിക് ഒരു പൊടിയാണ്, ഒരു ചെറിയ ഒരു സ്പൂൺ വീതം രാവിലെയും രാത്രിയിലും കൊടുക്കാൻ പറഞ്ഞ്. വലിയവർക്കാണെന്നുണ്ടെങ്കിൽ 3 നേരം കഴിക്കാം, കുഞ്ഞുങ്ങൾക്കാണ് 2 നേരം ചെറിയ സ്പൂൺ വീതം പൊടിയാട്ടോ. അപ്പൊ ഇത് കഴിച്ചാല് എത്ര പഴക്കം ചെന്ന ചുമയും മാറുമെന്നാ പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ ഗ്രാമ്പൂ അങ്ങനെയൊക്കെയുള്ള കുറേ ആയുർവേദ മരുന്നുകളുടെ ഒക്കെ ഒരു പൊടിയാണ്. അപ്പൊ ഞാനിത് 98 രൂപയേ ഉള്ളൂ. ആയുർവേദമായതുകൊണ്ട് മോനിക്കുട്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വന്നതാ കേട്ടോ. ഞാനിത് സാധനം മേടിച്ച് കാണിച്ചു. ഇത് അതുവഴി ഒരാൾ കൊണ്ടുവന്നതാ കേട്ടോ. നമ്മുടെ ഇതിങ്ങനെ ലെങ്ത് കൂട്ടാവുന്നതാണ്, കുറെ നീളം കൂട്ടാൻ പറ്റും കേട്ടോ. ഈ ഒരു കുറെ പടികളുണ്ട്, ആ പടികളുടെ അത്രയും നീളം കൂട്ടാൻ പറ്റും. ഇത് നമുക്ക് മാറാലയൊക്കെ അടിക്കാം. ഇത്രയും ഇങ്ങനെ കുറെ സ്റ്റെപ്പുകളുണ്ട് കണ്ടോ, ഇത്രയും നീളം കൂട്ടാൻ പറ്റുന്നതല്ലേ. നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പം ഞാൻ പലപ്പോഴും വിചാരിച്ചായിരുന്നു ഇതെല്ലാം ഒരെണ്ണം വാങ്ങിക്കണമെന്നൊക്കെ, ഇന്ന് അതുവഴി കൊണ്ടുവന്നപ്പോൾ ഞാനങ്ങ് വാങ്ങിയതാ കേട്ടോ. അത് മാത്രമല്ല ഇത് നമുക്കിങ്ങനെ ബെൻഡ് ചെയ്യാൻ പറ്റും, ബെൻഡ് ചെയ്തിട്ട് ഫാനൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ, വാഷ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പൊ ഇത് വന്ന വഴിക്ക് മഴയായിരുന്നോണ്ട് ഒന്ന് വെള്ളം വീണ് നനഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഉണങ്ങട്ടെ. ഇത് ഇങ്ങനെ ഈ സാധനം പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോന്നൊന്നും എനിക്ക് അറിയത്തില്ല, നോക്കാം. ഞാനെന്നാ പോയി ആ പച്ചക്കറികളെല്ലാം ഒന്ന് കഴുകി, ചീരയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് കുളിച്ചിട്ട് വരാം കേട്ടോ. കുളിച്ച് പ്രാർത്ഥിച്ചിട്ട് വരാം. എന്താ പരിപാടിയാ? സ്കൂളിൽ കൊണ്ടുപോകാനാണ്. വാച്ചൊന്നും അഴിച്ചു വെച്ചില്ലേ? ട്യൂഷന് പോയിട്ട് വന്നു. ഇന്ന് നമുക്ക് അടുക്കളയിൽ പാചകമൊന്നും ഇല്ലാത്തോണ്ട് ഒരു കുഞ്ഞു സന്തോഷം ഞാൻ പറയാട്ടോ. വേറൊന്നുമല്ല, മുത്തിന്റെ മുത്ത് കോളേജിൽ പോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള കുറേ പ്രിയപ്പെട്ട അമ്മമാരും ചേച്ചിമാരും ഒക്കെ മുത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് നല്ല കമന്റുകളൊക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ വായിക്കുമ്പോൾ ഞാൻ മറുപടി കൊടുക്കുന്നതിനേക്കാളും നല്ലത് മുത്തിനെന്താ പറയാനുള്ളതെന്ന് കേൾക്കാം അല്ലേ. അതുകൊണ്ട് ഞാൻ ആ എല്ലാ കമന്റും ഒന്നും വായിക്കാൻ പറ്റുന്നില്ല, കുറച്ച് കമന്റുകൾ ഞാൻ വായിക്കാം കേട്ടോ. മുമ്പേ ഞാൻ പറഞ്ഞില്ലേ ഒരു ഷോർട്ട് വീഡിയോ ഷാലോമിന്റെ കൂടെ ഉള്ള, ആ ഷോർട്ട് വീഡിയോയിൽ വന്ന കമന്റ് ഞാൻ ആദ്യം വായിക്കാം കേട്ടോ. പിന്നെ അതിന്റെ പുറമോട്ട് കുറെ വീഡിയോസിൽ കമന്റ് ഒക്കെ വന്നിട്ടുണ്ട്, അത് കുറേശ്ശെ ആയിട്ട് വായിക്കാമേ. അതിനകത്ത് 105 കമന്റുകൾ വന്നിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ കമന്റ് സിമി അഭിലാഷിന്റെ കേട്ടോ. മുത്ത് ഉയരങ്ങൾ കീഴടക്കട്ടെ, നല്ല കൂട്ടുകാരൻ, അവന്റെ നല്ല ചിരി. അപ്പൊ കൂട്ടുകാരന്റെ പേരാണ് ഷാലു കേട്ടോ. വീഡിയോ ഏതാന്ന് ഞാൻ എന്റെ പ്രിയങ്ങളെ കാണിക്കാം. ഇതാട്ടോ സൗണ്ട് വെക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു
എന്താണ് കണ്ണൻ അനന്തു സന്തോഷ് എന്ന ഒരു ID എന്നുള്ള കമന്റ് കേട്ടോ. അമ്മേ, ഇപ്പോഴുള്ള സങ്കടം അത് താൽക്കാലികമാണ്. മുത്ത് വലിയ നിലയിലെത്തുമ്പോൾ സങ്കടം മാറി സന്തോഷമുള്ള നിമിഷങ്ങളായിരിക്കും ഉറപ്പ്. എന്നും അമ്മയ്ക്കും കുടുംബത്തിനും നല്ലത് വരട്ടെ. എന്റെ അനിയന്മാർ മിടുക്കന്മാരാകും. അമ്മയ്ക്ക് താങ്ങായി ഉണ്ടാകും. ഒപ്പം ഞങ്ങളും. ഒരുപാട് സന്തോഷം കേട്ടോ. മുത്തിനോടാ പറഞ്ഞത്. പിന്നെ ഇനിയുള്ളത് മുത്തിനാട്ടോ. അവൻ പറന്നുയരത്തിലെത്തേണ്ടത് എത്തും. പറക്കട്ടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ. അത് രേഖ ജവഹർ എന്നുള്ള ഒരു ID കേട്ടോ. പിന്നെ മുത്തിന്റെ ഫ്രണ്ടും അവനെ പോലെ നല്ല കുട്ടി. ഷാരോവിനുള്ള കോംപ്ലിമെന്റാ. പിന്നെ ചെറിയ വേദനകൾ വലിയ സന്തോഷത്തിനുള്ള തുടക്കമാണ് അമ്മക്കിളി. പിന്നെ രാധാ KV നമ്മുടെ വീഡിയോസിനൊക്കെ കമന്റ് ഇടുന്ന ഒരാളാണ് കേട്ടോ. എഴുതിയേക്കുന്നത്, മുത്തേ നല്ല പോലെ പഠിക്കണേ, കൂട്ടുകാരന്റെ ചിരി സൂപ്പർ. ഷാലും കമന്റ് എല്ലാം വായിക്കാൻ പറയണം. പിന്നെ അടുത്തൊരു ID എന്ന് വന്നിരിക്കുന്നത്, ഒരുപാട് ഉയരത്തിലെത്തും ഈ മുത്ത്. ഞാൻ കുറേയായി മുത്ത് പോകുമ്പോൾ ഉള്ള അമ്മക്കിളിയുടെ സങ്കടം ഓർക്കുന്നു. എനിക്ക് തന്നെ കണ്ണ് നിറയുന്നു. കാരണം ഇതുപോലെയുള്ള മക്കൾ ഇന്ന് വിരളമാണ്. അത് മുത്തിനുള്ള കോംപ്ലിമെന്റ് ആട്ടോ. പിന്നെ ജിൻസിയുടെ മുത്തുമോനും കൂട്ടുകാരൻ മോനും ഒരുപാട് ഉയരങ്ങളിലെത്തും. അമ്മക്കിളിയുടെ ആഗ്രഹം പോലെ മിടുക്കനായിട്ട് വരാൻ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. അവൻ ഉയരങ്ങൾ കീഴടക്കട്ടെ. ഇതെല്ലാം മുത്തിനുള്ള അനുഗ്രഹമായിട്ട് കണക്കാക്കുക കേട്ടോ. മുത്ത് നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ പോകുന്നത്. മോൻ നന്നായി പഠിച്ച് വലിയ ആളാകട്ടെ. വിഷമിക്കരുതെന്ന് പറഞ്ഞാൽ അത് ഭംഗിവാക്കാകും. എല്ലാ അമ്മമാരും ഇത് ഫേസ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് വിഷമിക്കാതെ അവനെ സന്തോഷമായിട്ട് യാത്ര അയക്കും. എന്റെ അവസ്ഥയിൽ ഇപ്പൊ കഴിഞ്ഞു പോകുന്ന എല്ലാ അമ്മമാർക്കും ഉള്ള ഒരു നല്ല ആശ്വാസമാണത് കേട്ടോ. അത് എഴുതിയിരിക്കുന്നത് ശ്യാമള എന്നുള്ള ഒരു ID കേട്ടോ. പിന്നെ ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ മുത്ത്, ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. അങ്ങനെ കുറെ കമന്റുകളുണ്ട്. പിന്നെ മുത്തെ പഠിച്ച് മിടുക്കനാവണം. അമ്മയും മോനുകുട്ടനെയും നോക്കണം. ദിവ്യയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ വിഷമിക്കാതെ അമ്മക്കിളി മുത്ത് ഉയരങ്ങളിലെത്തും. അത് ജ്യോതി കൃഷ്ണകുമാറാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ കാശിനാഥ് നമ്മുടെ സ്ഥിരം കമന്ററാണ്. ഹായ് മക്കളെ. മോൻ ഹായ് പറയുന്നുണ്ടല്ലോ. പഠിക്കാൻ പോയതാണ്. പഠിക്കാൻ പോയതല്ല, രണ്ടുപേരുടെ ജിമ്മിന് പോയിട്ട് വരും കേട്ടോ. പിന്നെ ചേച്ചി വിഷമിക്കല്ലേ, മുത്ത് ഉയരങ്ങളിൽ എത്തട്ടെ. ഇപ്പോഴുള്ള താൽക്കാലിക വിഷമവും ബുദ്ധിമുട്ടും ഒന്നും ഓർക്കാതെ ഹാപ്പി ആയിരിക്കൂ. പിന്നെ നമ്മുടെ മോനുകുട്ടനില്ലേ അമ്മയെ നോക്കാൻ. മോനുകുട്ടൻ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. മോനുകുട്ടൻ അവിടെ ഭയങ്കര ബിസിയാ. മോനുകുട്ടനില്ലേ അമ്മയെ നോക്കാൻ. അമ്മക്കിളിയുടെ കുഞ്ഞിക്കിളികൾ എന്നും കൂടെ ഉണ്ടാവും. ചേച്ചി ഇന്ന് ഹാപ്പി ആയിരിക്കണം. ഹാപ്പിയാണ് കേട്ടോ. ഇടയ്ക്ക് ചിലപ്പോ അങ്ങ് സങ്കടം വരുന്നതാണ്. പിന്നെ മോന് ഉയരങ്ങൾ താണ്ടിട്ട് എല്ലാ വിഷമവും സങ്കടവും മാറും. പൊന്നു പോലെ രണ്ട് കൺമണികളല്ലേ കൂടെ ഉള്ളത്. പൊന്നു പോലെ എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ആണെങ്കിൽ അതാട്ടോ. അത്രയും അവര് എനിക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് എന്താ പറയുന്നത് സ്ട്രഗിൾ ചെയ്യും. മോനുകുട്ടനില്ലേ അമ്മക്കിളി. മോനുകുട്ടനുണ്ട്. അത് ധന്യാകൃഷ്ണനാണ് കേട്ടോ. ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ കേട്ടോ. മുത്തിനുള്ള അനുഗ്രഹമാണ്. ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കാൻ കർത്താവ് സഹായിക്കട്ടെ പ്രാർത്ഥനയോടെ. അത് എഴുതിയിരിക്കുന്നത് സുവർണയാണ് കേട്ടോ. മുത്തേ നീ സൂപ്പറാടാ. അത് അർച്ചന ആദ്യം എഴുതിയിരിക്കുന്നു കേട്ടോ. ഓ, അത് കേട്ടപ്പോ മോനുകുട്ടന് ഒരു സന്തോഷമൊക്കെ ആയി. പിന്നെ ഗീതു രാകേഷ് എഴുതിയിരിക്കുന്ന കമന്റാണ്. ഒന്നുമില്ല കൂട്ടെ, രണ്ടു കുരുന്നുകളെയും നെഞ്ചിലേറ്റി ജീവിതത്തിൽ തളർന്നു പോകാതെ ഈ ഒരു തലത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഞങ്ങളുടെ അമ്മക്കിളി സിംഗപ്പെണ്ണല്ലേ. ആണോ? താങ്ക് യു. മുത്തുക്കുട്ടൻ ലൈഫ് സെറ്റിൽഡ് ആക്കാൻ തുടക്കം കുറിച്ചിരിക്കുന്നു. മോനെ ഹൃദയം നിറഞ്ഞ അനുഗ്രഹം മിടുക്കനായിട്ട് വാ. ഒരു താങ്ക്സ് പറഞ്ഞേരി. പിന്നെ മുത്തുപോയി പഠിച്ച് മിടുക്കനായി വരട്ടെ. ബെസ്റ്റ് വിഷസ്. നോ വറീസ്. എവിടെ മോനുകുട്ടൻ? അവൻ വലുതായാലും അമ്മക്കിളിയെ നോക്കാൻ അവൻ ആകും ഇപ്പോൾ. ആണോ മോനുകുട്ടൻ വലുതായെന്ന് പറയുന്നാണോ? അച്ഛൻ പോയ അമ്മയെ നോക്കുമെന്ന് പറയുന്നാണോ? പിന്നെ മുത്തേ മോനെ ഗോഡ് ബ്ലസ് യു, ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലസ് യു. അങ്ങനെ കുറെ ഗോഡ് ബ്ലസ് യു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ കമന്റ് ഇട്ട എന്റെ ചക്കര മുത്തുമണികൾക്കെല്ലാം സ്നേഹം അറിയിക്കുവാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ എന്നെ നെഗറ്റീവ് അങ്ങനല്ല, ഞാനൊരു കാര്യം നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം
നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ആരെയും കുത്തി നോവിക്കുന്ന രീതിയിലൊന്നും അല്ല പറഞ്ഞത്. പൊതുവായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിനകത്ത് വന്ന് നമ്മളെ എന്താ പറഞ്ഞ നമ്മളെ അങ്ങ് കുത്തി നോവിച്ച ചിലരുണ്ട് കേട്ടോ. അപ്പൊ അവരെ നല്ലതൊന്നും പറഞ്ഞില്ലെങ്കിലും നമ്മളെ നോവിക്കാൻ വേണ്ടി വന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള ചില ആൾക്കാരുടെ കാര്യമൊക്കെ ഞാൻ അത് കഴിഞ്ഞുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും എന്നെ സങ്കടപ്പെടുത്താറില്ല. കാരണം നിങ്ങൾ ഇത്രയും സ്നേഹമുള്ളവര് എനിക്ക് വേണ്ടിയിട്ട് നല്ല വാക്കുകൾ പറയുന്നുണ്ട്, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അനുഗ്രഹങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ട്. അത്രയൊക്കെ മതി. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അമീര ആ പേര് വായിക്കാൻ പറ്റുന്നില്ല. ആദ്യമേ ഉള്ള സങ്കടം, പിന്നീട് നമ്മൾ മനസ്സിനെ സെറ്റാക്കി എടുക്കണം. ലവ് യു ചേച്ചി. പിന്നെ കുറെ ലവ് 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 വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വിദ്യ നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. വിദ്യ ഫേസ്ബുക്കിൽ വാട്ടോ, എന്നിട്ട് വിദ്യയാണ് കമന്റ് ഇട്ടിരുന്നു എന്നൊക്കെ എന്നോട് പറയണം. എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ എനിക്കും മക്കൾ അകലേക്ക് പോകുമ്പോൾ സങ്കടമായിരുന്നു. എന്താ ചെയ്യാ, പോവാതെ പറ്റില്ല. അത് ശരിയാട്ടോ, പോകാതെ പറ്റത്തില്ല. നമ്മൾ എന്നും നമ്മുടെ ചിറകടിയിൽ അവരിരുന്നാൽ അവർക്കൊരു ജീവിതമൊക്കെ ഇല്ലേ. പിന്നെ ഷീന, എന്നെ മനസ്സിലായോ അമ്മയ്ക്കെന്ന് ചോദിച്ചു. ഷീന എനിക്ക് മനസ്സിലായി കേട്ടോ, എനിക്ക് ഓർമ്മയുണ്ട്. ഷീന എന്നുള്ള പേര് തന്നെ എനിക്ക് ഒരു ഭയങ്കര ചങ്ക് കൂട്ടുകാരിയുണ്ട് ഷീന. മുത്ത ഇവിടെ പോകുന്നു, മുത്ത് പഠിക്കാൻ പോവാണ്. പിന്നെ മുത്ത ഏത് കോഴ്സ് എടുത്തേക്കണമെന്ന് പറഞ്ഞു പറ. പിന്നെ നമുക്ക് മുത്തിന് പഠിക്കാൻ പോകുമ്പോഴത്തേക്കും കൊടുത്ത ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്ത ഒരു ആന്റി ഉണ്ട്, മാരാമണ്ണുള്ള ഗ്ലോറി ആന്റി. ഗ്ലോറി ആന്റി എഴുതിയിരിക്കുന്ന മെസ്സേജ് ഞാൻ വായിക്കാം കേട്ടോ. ആദ്യം, എന്നെ കരയിക്കില്ല, അവനെ കണ്ടതേ എനിക്ക് സങ്കടമായി. സത്യമായും കണ്ണുകൾ നിറഞ്ഞു, ചങ്കിലെ ഒരു മിടിപ്പ്. ഞാനും ആ അവസ്ഥയിൽ ആയതുകൊണ്ട് എനിക്ക് ആഴം മനസ്സിലാകും. വേദനിപ്പിക്കാൻ പറയുകയല്ല കേട്ടോ, മനസ്സിനെ ഒന്ന് പാകപ്പെടുത്താൻ. കൂട്ടിൽ നിന്ന് അമ്മയുടെ സ്നേഹച്ചൂടിൽ നിന്ന് കുഞ്ഞിക്കിളി പറന്നു പോകുന്നു. ഇനി അവധിക്ക് വരുന്ന ഒരാഴ്ച, ഒരു മാസം, അത്രേ ഉള്ളൂ നമുക്ക് കിട്ടുക. പഠിത്തം കഴിഞ്ഞ് ജോലി. അപ്പോൾ അവൻ അമ്മയെ കൂടെ കൂട്ടിക്കൊള്ളും കേട്ടോ. എവിടെ ആയാലും അവൻ നല്ല മോനെ, അവന്റെ നിഷ്കളങ്കമായ ചിരി തന്നെ സാക്ഷി. ഒന്ന് ചിരിച്ചേ. ജിൻസി, നിന്റെ മക്കൾ നിന്നെ വിഷമിപ്പിക്കില്ല. ദൈവത്തോട് അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് എന്നെ വിഷമിപ്പിക്കില്ല എന്ന് കരുതിയവരൊക്കെ എനിക്ക് സങ്കടങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ കേട്ടോ. അവർ ദൈവത്തിന്റെ മക്കളാ. പിന്നെ അധികം ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ മാതാപിതാക്കൾ നിന്നാൽ അധികം ഷോക്കിൽ നിന്ന് രക്ഷപ്പെടാം. ശരിയാണ്, നമ്മളിങ്ങനെ വിചാരിക്കണം നമ്മുടെ മക്കളെന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, അവര് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറുമെന്ന് മനസ്സിനെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കണം. അത് ശരിയാട്ടോ. പിന്നെ ഞാനൊരു മാർജിൻ വരച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി. സോ ഗോഡ് വിൽ ടേക്ക് കെയർ ആൻഡ് ഗൈഡ് ദം. മോനോട് പറയാം കേട്ടോ, അമ്മയെ എന്നും വിളിക്കണം. ഫോൺ ഓൺ ആക്കി 3 പേര് ഇവിടെ ആയിരുന്നത് പോലെ എങ്ങനെ പ്രാർത്ഥിച്ചോ അതുപോലെ പ്രാർത്ഥിക്കണം. അപ്പോൾ മോൻ കൂടെ ഉള്ളതുപോലെ അവർക്ക് തോന്നും. അമ്മയെക്കാളും നിന്നെ മിസ് ചെയ്യുന്നത് എന്റെ മോനുകുട്ടനാവും. ശരിയാട്ടോ, മോനുകുട്ടൻ എന്നും എന്നോട് ചോദിക്കുന്ന കാര്യം എന്താണെന്നറിയോ, അമ്മ അച്ചാച്ചൻ പോയിട്ട് 3 വർഷം കഴിഞ്ഞേ വരുള്ളൂ. അച്ചാച്ചന്റെ കോഴ്സ് 3 വർഷമാണെന്നുള്ളത് മോനുകുട്ടൻ അറിയാം. അപ്പൊ ഈ 3 വർഷം എന്ന് പറയുന്നത് എത്ര ദിവസമാണെന്നാണ് മോനുകുട്ടൻ എണ്ണിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഈ സ്നേഹക്കൂടിന് കണ്ണു തട്ടാതെ ഇരിക്കട്ടെ മോനെ. നൗ യു ആർ റെസ്പോൺസിബിൾ ഫോർ എവരിത്തിങ്. ടേക്ക് കെയർ ഓഫ് യുവർ സ്റ്റഡീസ് ആൻഡ് യുവർ നെക്സ്റ്റ്. ഗോഡ് ബി വിത്ത് യു കേട്ടോ. ഗ്ലോറി ആന്റിക്ക് താങ്ക്സ് പറഞ്ഞു. ഏഞ്ചൽസ് പ്രൊട്ടക്ട് ചെയ്യട്ടെ. നിഷ്കളങ്കനായി പോകുന്നത് പോലെ തന്നെ മടങ്ങി വരിക. ചീത്ത കൂട്ടുകെട്ടുകളിൽ ഒന്നും വീഴാതെ മുത്തിനൊരു ലക്ഷ്യമുണ്ടെന്ന് എപ്പോഴും ഓർമ്മയിൽ വേണം. ഞാനും മോൻ പോകുന്ന ദിവസങ്ങൾ എണ്ണിയിരിക്കുന്നു. പോയി വരിക. ആന്റിയുടെ അനുഗ്രഹങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കാം കേട്ടോ. ഗ്ലോറി സാറ മാരാമൺ. നിങ്ങളുടെ മുത്തിന് ദൈവവചനമൊക്കെ കൈകളിൽ സൂക്ഷിക്കാൻ കൊടുത്തു വിട്ടിരിക്കുന്നത് ആ ചേച്ചിയാട്ടോ. പിന്നെ ബാക്കിയൊക്കെ ഏത് കോഴ്സാ പഠിക്കുന്നത്, പിന്നെ കുറെ ലവ് ഒക്കെ കേട്ടോ. അപ്പൊ എന്റെ ഈ ഒരു വീഡിയോയ്ക്ക് വന്ന കമന്റുകളാണ് ഇത്രയും. അതുപോലെ ഓരോ വീഡിയോസിലും മുത്തിന് വേണ്ടിയിട്ടും മോൻകുട്ടിന് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾ തരുന്ന സ്നേഹത്തിന് ഒരുപാട് സന്തോഷം. എനിക്ക് എത്ര പറഞ്ഞാലും തീരുമില്ല, അത്രയും സന്തോഷമുണ്ട്. അത്രയും സന്തോഷം തരുന്ന നിങ്ങളെ ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്നാണ് പ്രിയങ്ങളെ എന്ന് വിളിക്കുന്നത് കേട്ടോ. അതിനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ എനിക്ക് ഓർമ്മക്കുറവുണ്ട്. ചിലപ്പോ എനിക്കറിയില്ല, എനിക്ക് ഈ മെഡിസിന്റെ ഒക്കെ ആയിരിക്കും എനിക്ക് ഇത്രയും ഓർമ്മയുടെ പ്രശ്നം ഉള്ളത്. അതുകൊണ്ട് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ എനിക്കുണ്ട്, അതെനിക്കറിയാം. ചിലപ്പോ കമന്റിന് മറുപടി തരാനും, ചിലപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഒന്ന് FB-യിൽ തന്നെ എനിക്ക് റിക്വസ്റ്റ് ഇട്ടിട്ടൊന്ന് വിളിക്കാനൊക്കെ നമ്പർ തന്നവരെ ഞാൻ പലരെയും വിളിക്കാതെ പോയി. അതൊക്കെ ആ നമ്പർ പോലും പോയി, ആ മെസ്സേജും എവിടെയാണെന്ന് പോലും അറിയാത്തൊരവസ്ഥ. അത്
പിന്നെ എപ്പോഴേലും ഒക്കെയാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോഴത്തേക്ക് അതെല്ലാം അങ്ങ് കൈവിട്ട് പോകും. ആ കമന്റും മെസ്സേജും എല്ലാം അങ്ങ് കൈവിട്ട് പോകും. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടവും തോന്നാറുണ്ട്. അപ്പൊ അതൊക്കെ എന്റെ പോരായ്മകളാണ്, അതെനിക്കറിയാം. നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. മുത്തിന് ഉറക്കം വരുന്നു, വിശക്കുന്നു. അപ്പം അത് ഈ ഒരു ഇത്രയും ഒരു കാര്യം നിങ്ങളോട് എനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. എന്റെ മുത്തിന് തരുന്ന സ്നേഹത്തിനും പ്രാർത്ഥനകൾക്കും ഒക്കെ അവൻ തന്നെ നിങ്ങളോട് നന്ദി പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവനെ കൂടി ഇരുത്തി ഞാൻ ഈ കമന്റ് ഒക്കെ വായിച്ചത് കേട്ടോ. അവൻ എന്റെ വീഡിയോ ഒക്കെ വല്ലപ്പോഴും ഒക്കെ കാണത്തുള്ളൂ. അപ്പൊ ഇപ്പൊ ശാലോം പറഞ്ഞപ്പോഴാണ് അവരുടെ രണ്ടിന്റെയും കൂടെയുള്ള വീഡിയോ ഞാൻ ഇട്ടെന്ന് പോലും അവൻ അറിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവനെ ഇരുത്തിക്കൊണ്ട് കമന്റുകളൊക്കെ വായിച്ചത്. ഇതൊന്നും മെനക്കെടത്തില്ല കേട്ടോ, വായിക്കുക എന്നുള്ള കാര്യത്തിനൊന്നും അധികം മെനക്കെടാത്ത ആളായതുകൊണ്ടാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. മോനിക്കുട്ടന്റെ പടം കണ്ടോ? മോനിക്കുട്ടൻ വരച്ചതാട്ടോ. മോനിക്കുട്ടനെ ചിത്രരചന പഠിക്കാൻ വിട്ടാലോ എന്ന് എനിക്കൊരു ആലോചനയുണ്ട്. ചിലപ്പോ വിടും. ജാനിയെ മോനിക്കുട്ടനെ ഒന്ന് വിട്ടാ കൊള്ളാവുന്നുണ്ട്, ഒരാഗ്രഹമുണ്ട്. പിന്നെ എന്റെ പുറകെ എന്തൊക്കെയാണ് കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് പറയണം. എല്ലാവരുടെ സ്നേഹവും പ്രാർത്ഥനയും കൂടുതൽ ഉണ്ടാവണമെന്ന് പറയണം. ഉറക്കെ പുറക്കേക്കത്തില്ല. മോനിക്കുട്ടൻ പറഞ്ഞു, മുത്തിന് പറയാനാ നാണം. നാണമൊന്നും ഇല്ലെങ്കിൽ പറഞ്ഞോ. എല്ലാവർക്കും താങ്ക്സ്. മുത്തിന്റെ ശബ്ദം ഭയങ്കര ബാസാണ്, അങ്ങനെയൊക്കെയുള്ള തോന്നലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് മുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ലാതെ സംസാരത്തിന് കുറവൊന്നുമില്ല. സംസാരിച്ച് എന്നെ വട്ട് പിടിപ്പിച്ച് കഴിക്കാം എന്നെ. എന്റെ ദൈവമേ, എന്റെ തല പെരുക്കുമായിരുന്നു കേട്ടോ. ഇങ്ങനെ വർത്താനം പറയുമോ? ഞാനങ്ങ് കാല് പിടിച്ച് പറയാം, എന്റെ മുത്തേ നീ ഒന്നും ഉണ്ടായിരിക്കും. വർത്താനം പറയാൻ താമസിച്ചതിന് അംഗൻവാടി കൊണ്ടുവിട്ട് 2.5 വയസ്സായപ്പോ. അപ്പം അവിടുന്ന് വർത്താനമൊക്കെ പഠിച്ച് പിന്നെ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ സംസാരം നിർത്താൻ ഞാൻ പെട്ട പാട്. സ്കൂളിൽ പോകുമ്പോഴും അതാണ് ടീച്ചർമാർക്ക് പരാതി. എന്റെ ദൈവമേ, പഠിച്ചില്ലേലും വേണ്ടി ഒന്നിടങ്ങി ഒന്നും മിണ്ടാതി. അത്രയും ചെറുപ്പത്തില് എന്നെ കുറെ വട്ടം കറക്കിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എനിക്ക് എന്താ പറയുന്നത്, എനിക്ക് ആരൊക്കെയോ ആയി തീർന്നു. അതിനായിരിക്കും ദൈവം എനിക്ക് അത്രയും സങ്കടം അന്നൊക്കെ തന്നത്. എനിക്കിനി ഞാൻ എന്റെ പ്രിയങ്ങളോട് എപ്പോഴും അതിനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ മുത്ത് പോകുമ്പോ എനിക്ക് ഒരു ചിറ കുടിഞ്ഞ പോലെ ആയിപ്പോവും. പിന്നെ എന്റെ മോനിക്കുട്ടൻ ഉണ്ടല്ലോ, ഇല്ലയോ? അച്ചാച്ചനെ പോലെ അമ്മയെ സഹായിക്കാൻ എന്റെ മോനിക്കുട്ടനുണ്ടെന്ന് എല്ലാരും പറയുന്നു കേട്ടോ. എന്നാലും ഒരു ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വരുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോ മോനിക്കുട്ടനെ കൊണ്ട് പറ്റത്തില്ലല്ലോ. അതൊക്കെ ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. ചാച്ചൻ പേര് വന്നിട്ട് അവർക്ക് രണ്ടുപേർക്കും വിശക്കുന്നുണ്ട്. നമുക്ക് കഴിക്കാട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കടലക്കറി കേട്ടോ. സൂപ്പർ ടേസ്റ്റ്. എന്താ മണമെന്നറിയാമോ? പിന്നെ ഇത് ഗ്രേവി, പിന്നെ പൊറോട്ട കേട്ടോ. എത്ര കടലയോട് വെറുപ്പുള്ളവരും ഈ കടലക്കറിയുടെ മണം കേട്ടാൽ കമന്ന് വീഴും അതിനകത്ത്. മണം അടിച്ചാൽ ഓ സോറി മൈ ഡിയർ, മൈ മിസ്റ്റേക്ക്. വാ ചൂരി വെക്കുന്നില്ലയോ? ഉറങ്ങുമ്പോഴും വാച്ച് കെട്ടിക്കൊണ്ടാണ് കിടക്കുന്നത്. അന്നേരം സമയം നോക്കണോ? നമ്മുടെ ഇന്നത്തെ അത്താഴത്തിനുള്ള സാധനങ്ങൾ പൊറോട്ടയും സൂപ്പർ കടല കേട്ടോ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അത്രയും എനിക്ക് ഇഷ്ടമാണിത്. പിന്നെ ഇമ്മിണി ഗ്രേവി ഒഴിക്കാൻ. എനിക്ക് ഒരുപാട് ഗ്രേവി ഒന്നും വേണ്ട. അവർക്ക് ഈ ചാറിനകത്ത് മുങ്ങി കുളിക്കണം. ഞാൻ ഇമ്മിണി ചാറൊഴിച്ചു കേട്ടോ. ഇന്നത്തെ ദിവസം തന്ന എല്ലാ നന്മകൾക്കും ഈശ്വരനോട് നന്ദി പറയുന്നു. എൻ്റെ പ്രിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്കിനിയും
നാളെ കാണാം കേട്ടോ. ടാറ്റ, ഓക്കെ, ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.